ആദരണീയനായ നമ്മുടെ ഡോൺ ബോസ്കോ സ്നേഹവൻ പ്രവർത്തനങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ആരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ മേയർ അനിൽകുമാർ സർ, നമ്മുടെ കൊച്ചി നിയോജക മണ്ഡലത്തിൻ്റെ MLA മാക്സി സർ, ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും പരിചിതരായ വ്യക്തികളാണ്, വിശിഷ്ട വ്യക്തികളാണ് നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റേജിലുള്ളത്. ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട PD തോമസ് അച്ച, സ്നേഹഭവൻ്റെ ഡയറക്ടറായ സെബാസ്റ്റ്യൻ അച്ച, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം വൈസ് ഡയറക്ടറായ ഫാദർ CM ജോസഫ് അച്ച, മറ്റു വൈദികരെ, കൗൺസിലേഴ്സ്, സിസ്റ്റേഴ്സ്, സലീഷൻ സഹകാരികളെ, നമ്മുടെ വിവിധ രീതിയിൽ ഈ പ്രസ്ഥാനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയങ്കരായ കുട്ടികളെ, നമ്മുടെ ഈ ഡോൺ ബോസ്കോ പ്രവർത്തനങ്ങളുടെ പേര് സ്നേഹഭവൻ എന്നാണ്. അതിനോടുകൂടെ നമ്മൾ ഡോൺ ബോസ്കോയും കൂടെ ചേർത്ത് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പേര് നമ്മൾ നൽകിയിരിക്കുന്നത്, ഒരുമിച്ചുള്ള പേര് നൽകിയിരിക്കുന്നത് ഡോൺ ബോസ്കോ സ്നേഹഭവൻ പ്രോജക്റ്റ് എന്നാണ്. അതിൻ്റെ വിവിധമായ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ആദ്യമായിട്ട് വളരെ മനോഹരമായൊരു വീഡിയോ പ്രസൻറ്റേഷനിലൂടെ ബഹുമാനപ്പെട്ട മേയറിന് അത് കാണാൻ സാധിച്ചില്ല, ബാക്കി എല്ലാവരും കണ്ടു. പക്ഷേ അതുതന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് അച്ചൻ ഇവിടെ ലഘുവായിട്ട് വിവരണം നൽകിയതും. പക്ഷേ ഈ കാണിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ അറിവില്ലാത്തവരല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നവരല്ല. ഈ സ്നേഹഭവനെ സ്നേഹിക്കുന്ന, ഈ സ്നേഹഭവൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും കൊച്ചി കോർപ്പറേഷൻ്റെ കൂടെയും ഡോൺ ബോസ്കോയുടെ കൂടെയും വളരെയധികം സഹായം നൽകി നമ്മുടെ ഭാഗമായിട്ടുള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. ഈ അവസരത്തിൽ വളരെയധികം അഭിമാനമുണ്ട് ഡോൺ ബോസ്കോ സഭയ്ക്ക്. ഇവിടെ പ്രിയപ്പെട്ട തോമസ് അച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം 50 വർഷത്തോളം ദീർഘമുള്ള ഒരു കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച്, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു സന്നദ്ധ സംഘടനയുമായിട്ട് സഹകരിച്ച് ഏറ്റവും സുദൃഢമായ രീതിയിൽ നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല ഈ ഇന്ത്യയിലൊട്ടാകെ നമ്മളിവിടെ വീഡിയോ പ്രസൻറ്റേഷനിൽ കാണുകയുണ്ടായി ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെക്കുറിച്ച്. അത് ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നുള്ളവരാണ്. അവരെല്ലാവരും ഈ 50 വർഷത്തിനുള്ളിൽ എവിടെയൊക്കെ എത്തിയിരിക്കുന്നു നമ്മൾ കണ്ടു. PhD ഹോൾഡേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഹെഡായിട്ട് ഓരോ പ്രോജക്റ്റ് സോഫ്റ്റ്വെയറിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികൾ ഒക്കെ ഞങ്ങൾക്കെല്ലാവർക്കും പരിചിത മുഖങ്ങളാണ്. ഞാനും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2005-6 ഒരു വർഷം പഠനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഡോൺ ബോസ്കോ സ്നേഹഭവൻ അനക്സിൻ്റെയും ചൈൽഡ് ലൈൻ്റെയും ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ആണ് എൻ്റെ മേഖല. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുക മാത്രമല്ല വളരെ സ്നേഹിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഏറെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, ഈ പ്രസ്ഥാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു പ്രസ്ഥാനമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ മേയർ അനിൽകുമാർ സാറ് ഇവിടെയുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ഈ ഡോൺ ബോസ്കോ സ്നേഹഭവൻ. അച്ഛന്മാർ സഹകരിക്കുന്നു, കൂടെ നിന്ന് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ അച്ഛൻ സൂചിപ്പിക്കേണ്ട ഈ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മക്കളുടെ അപ്പനാണ് നമ്മുടെ കൊച്ചി നഗരത്തിലെ മേയർ. ഇവിടെ 2 അപ്പന്മാരുണ്ടെന്നേ ഉള്ളൂ. PD തോമസ് അച്ഛനും ഒരു അപ്പനാണ്. കാരണം ഈ പ്രസ്ഥാനത്തിനെല്ലാം ദൈനംദിന കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി മേയറിന് പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നറിയാം. പക്ഷേ ഡോൺ ബോസ്കോയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ PD തോമസ് അച്ഛൻ. ഇവിടെ സൂചിപ്പിക്കട്ടെ, മാത്യു തോമസ് അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു 6 വർഷം. ഞാൻ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം UN-ൽ ഡോൺ ബോസ്കോ സഭയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം ഇപ്പോൾ വരുന്നത് UN-ലായിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റോമിലൊക്കെ ആയിരുന്നു, ഞങ്ങൾ ഇവിടെ വെച്ച് കാണുകയൊക്കെ ഉണ്ടായി. ഇപ്പം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ലോകത്തെല്ലായിടത്തും ഡോൺ ബോസ്കോയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമൂഹത്തോടൊപ്പം അതുപോലെ തന്നെ സർക്കാരിനോടൊപ്പം സർക്കാരുമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു സമയമാണ്. പ്രൊഫഷണൽ എന്ന രീതിയിൽ ഞങ്ങളുടെ ഏറ്റവും
ആത്മാർത്ഥമായ നന്ദി ഈ കൊച്ചി കോർപ്പറേഷനോട് നേരുകയാണ്. ഇവിടുത്തെ ഭൗതികമായ കാര്യങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നിർവഹിക്കുന്ന കൊച്ചി കോർപ്പറേഷനാണ്. ഇവിടെ നേരത്തെ സോഹൻ സാർ പറഞ്ഞതായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങൾ പറയുമ്പം ദ ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സ്, അതെല്ലാം നൽകുന്നത്, ഭൗതികമായ കാര്യങ്ങൾ നൽകുന്നത് കോർപ്പറേഷനാണ്. പക്ഷേ കോർപ്പറേഷൻ നൽകുവാനായിട്ട് സാധിക്കാത്ത കാര്യമാണ് സൊല്യൂഷൻ അച്ഛന്മാർ നൽകുന്നത്. സേഫ്റ്റി നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ്. അതായത് നമ്മുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ, നമ്മുടെ വീടുകളിലെ കുട്ടികളാണെങ്കിലും, ഞാൻ എൻ്റെ PhD ഭാഗമായിട്ട് പഠിച്ചത് വീടുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികളും വീട് നഷ്ടമായിട്ട് ഓരോ ഭവനങ്ങളിലൊക്കെ താമസിക്കുന്ന കുട്ടികളും തമ്മിലുള്ള അവരുടെ സൈക്കോ സോഷ്യൽ വെൽബീയിങ്ങിൻ്റെ ഡിഫറൻസാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, തീർച്ചയായിട്ടും വീടുകളിലുള്ള കുട്ടികളോടൊപ്പം തന്നെ ആ സൈക്കോ സോഷ്യൽ വെൽബീയിങ്, അതായത് മാനസികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ഒരു വെൽബീയിങ്, ഒരു പൂർണ്ണത ഈ ഭവനങ്ങളിലെ കുട്ടികൾക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാ ഘടകങ്ങളിലും തീർച്ചയായിട്ടും സാധിക്കുക. നമുക്കറിയാം, നമ്മുടെ യൂണിസെഫ് ആണെങ്കിലും നമ്മുടെ സർക്കാരാണെങ്കിലും ഈ സ്ഥാപനങ്ങളിൽ കുട്ടികളെ നിർത്തുന്നതിനോട് യോജിക്കുന്നവരല്ല. കാരണം ഒരു സ്ഥാപനത്തിൽ, ഒരു വീട്ടിലുള്ള പരിഗണനയും പരിലാളനയും ഒക്കെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇപ്പം 120 കുട്ടികൾ വിവിധ സെൻറ്ററുകളായിട്ടുണ്ടായെന്ന് തോമസ് അച്ഛൻ പറയുകയുണ്ടായി. ഓരോ സ്ഥലങ്ങളിലും 10-40 കുട്ടികളാണുള്ളത്. പക്ഷേ വീടുകൾ നൽകാനായിട്ട് സാധിക്കാത്ത ഒരു സമയത്ത് കുട്ടികൾക്ക് ആയിരിക്കുവാനായിട്ട് ഏറ്റവും യോജിച്ച ഒരു സ്ഥലമാണ് ഡോൺ ബോസ്കോ. ഞാനതൊരു ഡോൺ ബോസ്കോ വൈദികനായതുകൊണ്ട് പറയുകയില്ല. നിങ്ങൾ ഈ ലോകത്ത് എവിടെ നോക്കിയാലും എവിടെ ചെന്നാലും അവിടുത്തെ കുട്ടികൾ ഹാപ്പിയാണ്. ഇവിടെ കുട്ടികൾ ഇവിടെയുണ്ട്. ആർ യു ഹാപ്പി? അവർ, ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ തന്നെ അവർ ഒച്ചയിലാണ് പറയുന്നത്. ചിലപ്പോൾ പറയാറുണ്ട്, ചിലർ ചോദിക്കുമ്പം അവർ മിണ്ടാതിരിക്കും, രണ്ടാമത് വീണ്ടും ചോദിക്കും ഒച്ചയെ പറയാനായിട്ട്. പക്ഷേ ഈ കുട്ടികൾ പറയുന്ന ഒച്ചയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും എല്ലാവിധ സഹായങ്ങളും ഇവിടെ ഇപ്പം തന്നെ നമുക്കറിയാം, ഡോൺ ബോസ്കോ സഭയിലെ അച്ഛന്മാരൊരു 6 പേരോട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും നല്ല കഴിവും പ്രാപ്തിയുള്ളവരാണ്, അതിന് യാതൊരു സംശയമില്ല. ഈ 6 പേരെ 15-20 വർഷമൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു പ്രതിബദ്ധതയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഡോൺ ബോസ്കോയുടെ എല്ലാ പ്രവർത്തനങ്ങളും വെച്ച് ഏറ്റവും മഹത്തായ പ്രവർത്തനം, ഡോൺ ബോസ്കോ തുടങ്ങിയ പ്രവർത്തനം എന്ന് പറയുന്നത് സ്നേഹവൻ പോലുള്ള പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ റോമിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോൺ ബോസ്കോ പ്രവർത്തനം തുടങ്ങിയ സ്ഥലം ടൂറിൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ പോവുകയാണെങ്കിൽ ഇന്നും നിങ്ങൾ ധാരാളം കുട്ടികളെ കാണും. അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ ഈ നാട്ടിൽ, എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ ഈ കേരളത്തിൽ 18 വയസ്സിൽ താഴെയുള്ള മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഉണ്ട്. എന്നോട് അവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, ഒരു 13 വയസ്സുള്ള കൊച്ചിന്, അവന് ബ്രെയിനൊന്നും ഇല്ല. കാരണം ഈ മയക്കുമരുന്ന് കഴിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻ്റായിട്ട് നടന്ന് ആ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് 12 ഡിസ്ട്രിക്റ്റുകളിൽ കേരളത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡ്രീം എന്ന പേരിൽ ഈ എറണാകുളത്ത് അതുണ്ട്. അതുകൂടാതെ ഈ ട്രീറ്റ്മെൻറ്റ് സെൻ്ററും ഉണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സർക്കാരും, കേരള സർക്കാരും എല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേരള സർക്കാർ മലപ്പുറത്ത് ഒരു പുതിയ സെൻറ്റർ തുടങ്ങുന്നുണ്ട്. അത് 2ാമത്തെ സെൻറ്റർ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ ഒരു വർഷത്തെ തന്നെ സുവർണ ജൂബിലി ആഘോഷത്തെ തുടക്കം കുറിക്കുന്ന അവസരത്തിൽ ഇവിടെ പ്രവർത്തിച്ച എല്ലാ അച്ഛന്മാരോടും, അതുപോലെ തന്നെ എല്ലാ മേയർമാരോടും, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലർമാരോടും, ഇവിടെ വന്നപ്പോൾ എന്നോട് ആദ്യം തന്നെ ഷീബ ലാൽ മാഡം പറഞ്ഞതാണ്, നമുക്ക് ആ ഭാഗം കുട്ടികളുടെ ഒരു നല്ല കെട്ടിടം നമുക്കുണ്ടായി, പക്ഷെ ഇതും കൂടെ നമുക്ക് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്ന മേയറും മറ്റുമൊക്കെ ഏറ്റവും ആദ്യം പരിഗണന കൊടുക്കുന്നത് അതിനായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ സ്നേഹം കിട്ടാതെ സ്നേഹം നൽകാനായിട്ട് ഉത്തരവാദിത്തമുള്ള നമ്മൾ ആദ്യത്തെ പ്രവർത്തനമായിട്ട് കാണേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഒരു മാന്യമായ രീതിയിൽ താമസിക്കുവാനായിട്ടും ഭക്ഷണം കഴിക്കുവാനായിട്ടും കളിക്കുവാനായിട്ടും ഒക്കെയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ മേയർ വളരെ പ്രതിബദ്ധനാണ് എന്ന് ഇവിടെ അച്ഛനോട് പറയുകയുണ്ടായി. കാരണം അദ്ദേഹം ഓടി നടന്ന് എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റും കൂടെ അധികം താമസിയാതെ ഇവിടെ നടക്കും. ഡോൺ ബോസ്കോയുടെ ഭാഗത്ത് എല്ലാവിധ സഹകരണങ്ങളും നമുക്കുണ്ടാകുമെന്ന് ഈ അവസരം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഈ ഒരു വർഷം നന്നായിട്ട് ആഘോഷിക്കാം.
ദൈവം ഈ വർഷങ്ങളിൽ 50 വർഷങ്ങൾ എത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് പഠിച്ച കുട്ടികളെ ഇവിടെ അവതരിപ്പിച്ച നല്ലൊരു പരിപാടി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ ബാബു എന്ന് പറയുന്ന ഒരു കുട്ടി നേരത്തെ ഇവിടെ അവനാരും അപ്പനോ അമ്മയോ ഇല്ല. 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ആയിരുന്ന സമയം അല്ല 4-5 വയസ്സുള്ള സമയത്ത് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അവനെ കിട്ടിയത്. വേറെ ഒരു വിവരവും ഇല്ല. ഇവിടെ വന്ന് അവൻ പഠിച്ചു, ഡിഗ്രി പഠിച്ചു, PG പഠിച്ചു, PhD കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ മണ്ണുത്തി കോളേജിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെ വന്ന് ആ കോളേജിലെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാനഡ അവിടുത്തെ ഒരു ടീച്ചറിനെ അവൻ കല്യാണം കഴിച്ചു. അത് വീട്ടുകാരെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. കാരണം അവൻ്റെ ആ നല്ല സ്വഭാവവും മോട്ടിവേഷനും കണ്ടിട്ട് ഇന്ന് 3 കുട്ടികളുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോയിൽ 3 കുട്ടികളുമായിട്ട് കാനഡയിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ ഒന്നിച്ച് കൈ പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളും നമ്മുടെ ഈ നാട്ടിലെ എല്ലാ കുട്ടികളും അപ്പനും അമ്മയും ഇല്ലാത്തവർ അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളാൽ നല്ലൊരു ചൈൽഡ്ഹുഡ് ഒരു ബാല്യം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബാല്യം നൽകി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സഹകരണങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യാം. നമുക്ക് ഈ സുവർണാഘോഷ വർഷം ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ആശംസകൾ നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൊവിൻഷ്യൽ അച്ഛന്റെ സാന്നിധ്യത്തിനും പ്രോത്സാഹനകരമായ വാക്കുകൾക്കുമുള്ള നന്ദി സൂചകമായി ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം ഡോൺ ബോസ്കോ സ്നേഹഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ PD തോമസിൽ നിന്ന് സ്വീകരിക്കാൻ കൊയ്ക്കൽ അച്ഛനെ ക്ഷണിക്കുന്നു.